ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്നത്തെ റെസിപ്പി ഒരു പുഡിങ്ങാണ്. വെറും പുഡിങ്ങൊന്നുമല്ല, സംഭവം ഒന്നൊന്നര പുഡിങ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാട്ട പേരാണ് സിമ്പിൾ കസ്റ്റാർഡ് ക്രിസ്റ്റൽ പുഡിങ്. അപ്പോൾ സിമ്പിൾ എന്ന് മാറ്റിക്കോളൂ, കസ്റ്റാർഡ് ക്രിസ്റ്റൽ പുഡിങ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ? അപ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുന്നേ ഒരു കാര്യമുണ്ട്. എന്താ? നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അതുകൂടെ പ്രസ് ചെയ്യണേ. എന്നാലാണ് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക. ഈ ക്രിസ്റ്റൽ പുഡിംഗ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ചൈന ഗ്രാസ് എന്താണെന്ന് ചോദിക്കും ചിലർ. അപ്പോൾ ചിലർക്ക് അറിയില്ല. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ സെക്ഷനും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ എന്തായാലും ചൈന ഗ്രാസ് ഉണ്ടാവും. പുഡിങ്, കേക്ക് അതൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ചൈന ഗ്രാസ് ഉണ്ടാവും. അത് അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 10 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അലിയിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടാക്കുന്നത്. അപ്പോൾ ഇതാ പതുക്കെ അങ്ങോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുന്നതോട് കൂടി തന്നെ ഇതങ്ങോട്ട് അലിഞ്ഞു പൊക്കോളും. ശരിക്കും ഈ സംഭവം ഇതിലിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഇനി അതിലേക്ക് അതിന് മധുരം കൊടുക്കാനായിട്ട് പഞ്ചസാര 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇത് നന്നായി ഉരുകിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതേ നമ്മളുടെ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് അങ്ങോട്ട് ഉരുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോഴാണ് ഇത് സെറ്റായിട്ട് കിട്ടുക. തണുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഇതുപോലെ പരന്ന ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാനും എളുപ്പമാവും, അതുപോലെ തന്നെ തണുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഒരു 10-20 മിനിറ്റോളം കഴിയുമ്പോഴത്തേക്കും സംഭവം സെറ്റായിട്ട് തണുത്ത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു ഗ്ലാസ് പാൽ, അതായത് 250 ml ആണ് എൻ്റെ ഒരു ഗ്ലാസ് പാൽ കേട്ടോ. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കാൻ വെക്കണം. ഇതൊന്ന് ഞാൻ ചൂടാവുന്നേക്കാൾ മുന്നേ ഒരു 4 ടേബിൾ സ്പൂണോളം പാൽ മാറ്റി വയ്ക്കും. അതെന്തിനാണ്? നമ്മളെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതവിടെ മാറ്റി വയ്ക്കട്ടെ. അതിന് ശേഷം ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് പാല് മാറ്റി വയ്ക്കാൻ പറഞ്ഞില്ലേ, അത് ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 4 ടേബിൾ സ്പൂൺ പാലിലേക്ക് മാറ്റി വെച്ച പാലിട്ടാ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട കെട്ടാതെ നന്നായിട്ട് ഇങ്ങനെ വെള്ളം പോലെ തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ശരിക്കും ഞാൻ ബട്ടർ സ്കോച്ച് അല്ലെങ്കിൽ വാനിലയാണ് എടുക്കാറ്. ഇതൊക്കെ സ്ട്രോബെറിയുടെ കസ്റ്റാർഡ് പൗഡർ കിട്ടിയേ. പാല് നന്നായി തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ദാ നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കളറ് തോന്നിക്കുന്നുണ്ട്, പക്ഷേ ഇത്ര കളർ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതാ ഇതേ കളർ തന്നെയേ ഉള്ളൂ. അപ്പോൾ സ്ട്രോബെറി കിട്ടിയില്ല വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഏത് കസ്റ്റാർഡ് പൗഡർ ആണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ സംഭവം കറക്റ്റ് റെഡിയായി. അടുത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് കസ്റ്റാർഡ് മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ഈ തവി വെച്ചിട്ട് അങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് മുഴുവൻ ഒഴിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ല, ഒഴിക്കുമ്പോൾ ഈ സൈഡൊക്കെ ആവണില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ എടുക്കുന്നത് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ഫില്ലായി കിട്ടും. പക്ഷേ നമ്മൾ അധികം ഇല്ലല്ലോ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലെയർ റെഡിയായി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്റ്റൽ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടില്ലേ നമ്മൾ ചൈന ഗ്രാസ് ഒക്കെ വെച്ചിട്ടുള്ളത്, ആ സംഭവത്തിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതാ ചൈന ഗ്രാസ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് വരഞ്ഞു കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് സംഭവം. നല്ല രസമാണ് ഇതിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ശരിക്കും അങ്ങോട്ട് കുപ്പിച്ചില്ല ഇങ്ങനെ പൊട്ടി വെച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇനി സൈഡിലും കൂടി വരഞ്ഞു കൊടുത്തിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു രസത്തിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭംഗിയാണ്, നല്ല രസമാണ് കാണാൻ. ശരിക്കും ഈ വീഡിയോയിൽ ഇത് കാണാൻ പറ്റിയിട്ടില്ല, ലൈറ്റ് പ്രശ്നമായ കാരണം. ഇവിടെ നല്ല മഴയാണ് പുറത്ത്, അപ്പോൾ ഇരുട്ടാണ്. ഞാനത് എമർജൻസി ഒക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോയും ശരിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ശരിക്കും നല്ലൊരു സംഭവമാണ് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ശരിക്കും ഇപ്പോൾ ഒരു കണ്ണാടി പൊട്ടിയൊരു ഫീലാണ്. നിറച്ചിങ്ങനെ അതേപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കില്ല, അതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കയ്യിലെടുത്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ജെല്ലിയാണ്, കണ്ടില്ലേ, ഇതുപോലെയാണ് ഇരിക്കുക. ശരിക്കും ആ ഒരു ജെല്ലി ഫീൽ തന്നെയാണ് നമുക്ക് കഴിക്കുമ്പോഴും കിട്ടുക.
അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ക്രിസ്റ്റൽ വിതറുന്നത്. അപ്പോൾ ദാ നന്നായിട്ട് തന്നെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ബാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഫുള്ള് ഇതിൻ്റെ മുകളിൽ തന്നെ വിതറി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി എടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കളറ് കൊടുക്കാം കേട്ടോ. കളർ ഒഴിച്ചിട്ട് ഈ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ വല്ല ഗ്രീനോ റെഡോ ഒക്കെ കൊടുത്താൽ നല്ല ഭംഗി തന്നെയാണ് കാണാൻ. ഇപ്പോൾ ഓൾറെഡി എൻ്റെ പുഡിങ്ങിന് കളറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിന് കളറൊന്നും കൊടുക്കാണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൊടുത്തോളൂ. അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നല്ല കളർ യൂസ് ചെയ്യുക കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി എടുക്കുക. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ ടൂട്ടി ഫ്രൂട്ടി കൂടെ വിതറുന്നുണ്ട്. കാരണം ഇങ്ങനെയാകുമ്പോൾ ഒന്നും ശരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നല്ല രസമായിട്ട് ഇടയിൽ പച്ചയൊക്കെ വരുമ്പോൾ നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി വിതറുക, അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വിതറി കൊടുത്താലും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ടൂട്ടി ഫ്രൂട്ടി ഉള്ള കാരണം ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നല്ലൊരു കുറേ ഒന്നും ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇടയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു രസമല്ല, അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തത്. ശരിക്കും ഞാനിട്ട പേരാണിത് ക്രിസ്റ്റൽ പുഡിംഗ്. അപ്പോൾ ഞാൻ ആ മാംഗോ ജെല്ലിയുടെ ഒരു മിൽക്ക് ഇട്ടുണ്ടായിരുന്നില്ലേ, അപ്പോഴാണ് എനിക്കത് ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവും കേട്ടോ, ഒരു സംശയമില്ല അതിന്. പിന്നെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഇത് കളർഫുള്ളാണല്ലോ, അതുകൊണ്ട് അവർക്ക് എടുത്ത് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഗസ്റ്റ് വരുമ്പോൾ വിളിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതണമല്ലോ. ആ സമയത്ത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഇത് തണുപ്പിക്കേണ്ട സമയം എന്ന് പറയുന്നത് 1 മണിക്കൂർ ഫ്രീസറിലല്ല, നോർമലായിട്ട് കേട്ടോ. ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്റ്റൽ പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പോവാണ്. പുതിയ റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. പതിവ് പോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുക. താങ്ക്